നമസ്കാരം. വീണ്ടും പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഒരു സന്തോഷ വാർത്ത മാധ്യമങ്ങളിലൂടെ നമ്മളെ തേടിയെത്തി. ആക്ച്വലി ഇത് ഇന്നലെ തന്നെ വൈകിട്ട് എല്ലാവരും അറിഞ്ഞ വാർത്തയാണ്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ദീർഘമായ ആഴ്ചകൾക്ക് ശേഷം അദ്ദേഹം ജയിൽ മോചിതനായിരിക്കുകയാണ്. അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. ചില വ്യവസ്ഥകളിലൂടെയാണ് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. കഴിഞ്ഞ മാർച്ച് 21-നാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത്. 176 ദിവസത്തോളം അദ്ദേഹം ജയിലിൽ കിടന്നതിന് ശേഷമാണ് സ്ഥിര ജാമ്യം അദ്ദേഹത്തിന് ലഭിച്ച് അദ്ദേഹം പുറത്തു വന്നിരിക്കുന്നത്. വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ ജാമ്യവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി CBI രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കുന്നത്. CBIയോട് സുപ്രീം കോടതി പറയുന്നത് കൂട്ടിലെ തത്തയെ പോലെ പെരുമാറരുതെന്നാണ്. അപ്പോൾ ആരെങ്കിലും പറയുന്നത് കേട്ടാൽ അത് അതുപോലെ സംസാരിക്കുക അല്ലെങ്കിൽ ചെയ്യുക, പ്രവർത്തിക്കുക അല്ല വേണ്ടത് എന്നുള്ളതല്ലേ അതിലൂടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാപനത്തെ വിമർശിക്കണമെങ്കിൽ നിശ്ചയമായിട്ടും അതിന് തക്കതായ കാരണങ്ങൾ ഉണ്ടാകാം എന്ന് നമുക്ക് ചിന്തിക്കുകയും ചെയ്യാം. ഏതായാലും ഈ ജയിലിലേക്ക് ഒരാളെ പിടിച്ചിടുമ്പോൾ പിടിച്ചിടുന്നവർക്ക് ചില പ്രത്യേക ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷേ എന്നും അങ്ങനെ പിടിച്ചിടാനായിട്ട് കഴിയില്ല. അതിന് തക്കതായ കാരണങ്ങളും അപ്പോൾ തന്നെ അതിന് കുറ്റാരോപണ വിധേയനായി അല്ലെങ്കിൽ അത് തെളിയിക്കപ്പെടണം. അതില്ലാത്തിടത്തോളം കാലം അങ്ങനെ അനിശ്ചിതമായിട്ട് ആരെയും പിടിച്ചിടാനായിട്ട് സാധ്യമല്ല എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. ഇതിനു മുമ്പ് മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്തിരുന്നു. അദ്ദേഹം ചില മാസങ്ങൾ തന്നെ, നീണ്ട മാസങ്ങൾ തന്നെ അദ്ദേഹം ജയിലിൽ കിടന്നിട്ട് ചില ആഴ്ചകൾക്ക് മുമ്പാണ് അദ്ദേഹം മോചിതനായത്. ഏതായാലും ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സന്തോഷത്തിന്റെ സമയമാണ്. കാരണം ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ വരുന്നുണ്ട്. അടുത്ത വർഷം ആദ്യം ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ നേതാക്കന്മാർ പുറത്തു വന്നത് അവർക്ക് വലിയൊരു ആശ്വാസമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്നലെ ഡൽഹിയിലാണ് തോരാത്ത മഴയായിരുന്നു. എന്നിട്ട് പോലും പ്രവർത്തകരുടെ വീര്യം ചോർന്നില്ല. അവരെല്ലാം അദ്ദേഹത്തെ സ്വീകരിക്കുവാനായിട്ട് പോയിരുന്നു. ഇതൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. നിയമവ്യവസ്ഥയുണ്ട് രാജ്യത്തിന്. കീഴ്ക്കോടതികളിലേക്ക് ഏതെങ്കിലും പരാതി പോയാൽ അവിടെ നമുക്ക് നീതി കിട്ടുന്നില്ല, അല്ലെങ്കിൽ അത് അവിടെ തീർപ്പാക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അതിനപ്പുറത്തേക്കൊരു ഉപരി കോടതിയിലേക്ക് വിഷയങ്ങൾ പോകേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളതെങ്കിൽ തീർച്ചയായിട്ടും അത് ആ നിലയിൽ തന്നെ ചെയ്യേണ്ടതാണ്, പരിഗണിക്കേണ്ടതാണെന്നുള്ളത് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഏത് വിഷയത്തിനും ഒരു അന്തിമ പരിഹാരം ഉണ്ടാകണമല്ലോ. അതിനെപ്പോഴും ഉയർന്ന കോടതി അല്ലെങ്കിൽ ഉയർന്ന സമിതി അതിന് സഹായമായി തീരുമെന്നുള്ള വലിയ പ്രതീക്ഷയാണ് ഇതിലെല്ലാം വെച്ച് പുലർത്തുന്നത്. ഒരുപക്ഷെ ജില്ലയിലോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിന്റെ ഹൈക്കോടതിയിലോ ഒന്നും തീർപ്പ് കൽപ്പിക്കപ്പെടാത്ത അല്ലെങ്കിൽ അതുകൊണ്ട് തൃപ്തിപ്പെടാത്ത അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ഒരു അപ്പീല് പോകുവാൻ കഴിയത്തക്ക നിലയിലേക്ക് രാഷ്ട്രപതിയുടെ അടുത്തേക്ക് വരെ പോകാൻ കഴിയുന്ന, ദയാഹർജിയായി പോകാൻ കഴിയുന്ന കാര്യങ്ങൾ വരെ നിയമ സംവിധാനത്തിലുണ്ട്. അപ്പോൾ ഓരോ തട്ടുകളിലും നടന്ന് അതിനപ്പുറത്തേക്കും പോകേണ്ടുന്ന ഒരു കേസിലേക്ക് വരാം. രാഷ്ട്രപതിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ രാഷ്ട്രപതി യെസ് ഓർ നോ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് അന്തിമ തീരുമാനം. അതിനപ്പുറത്തേക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല. ആ നിലയിലേക്കൊക്കെ നിയമത്തിന്റെ കാര്യങ്ങളൊക്കെ പോകും. ഏതായാലും ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയൊക്കെ പിടിച്ച് ഇടുന്ന ഇത്രയും നാളൊക്കെ ഇടുന്നത് എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ ആദ്യമായിരിക്കും. അതിനകത്ത് എന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റായിട്ട് രേഖപ്പെടുത്താം. നിങ്ങൾക്ക് ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും പ്രതികരിക്കാനുണ്ടെങ്കിൽ കമന്റായിട്ട് പ്രതികരിക്കുകയും ചെയ്യാം. ഇതൊക്കെയാണ് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരെ എപ്പം വേണമെങ്കിലും പിടിച്ചിടാവുന്ന ഒരു സാഹചര്യത്തിലൂടെ കാര്യങ്ങൾ പോകും. അപ്പോൾ ഇവിടെയും സുപ്രീം കോടതി പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഓർക്കേണ്ടത്. ആരും ആരുടെയും ചട്ടുവാകാൻ പാടില്ല എന്നുള്ള ആശയത്തിൽ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു കൂട്ടിലടച്ചൊരു തത്തയോട് എന്താണോ പറഞ്ഞു പഠിപ്പിക്കുന്നത് അതുപോലെ തത്ത പറയും. അതാണ് സംഭവിക്കുന്നത്. ഇത് പാടില്ല എന്നുള്ളതാണ് വിമർശന വിധേയമായ വിഷയം. ഏതായാലും തുടർന്ന് നീക്കങ്ങളൊക്കെ നമുക്ക് നോക്കിക്കാണാം. വീണ്ടും പുതിയ വീഡിയോയിലേക്ക് കാണാം. നന്ദി, നമസ്കാരം.